ഇതിനകത്ത് ചുവന്ന ഇഞ്ചി ഉണ്ട്, മഞ്ഞ ഇഞ്ചി ഉണ്ട്, മാരൻ ഇഞ്ചി ഉണ്ട്. പല വെറൈറ്റി പല വെറൈറ്റി പല വെറൈറ്റി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ വണ്ണപ്പുറത്തിനടുത്തുള്ള വെൺമറ്റം ഗ്രാമത്തിലാണ്. വർഷങ്ങളായി തന്നെ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ നടത്തുന്ന ഒരു വീട്ടമ്മയാണ് ശ്രീമതി സലോമി സാജു. സലോമി സാജുവിന്റെ ഇഞ്ചി കൃഷിയാണ് കർഷകരെ പരിചയപ്പെടുത്തുന്നത്. എത്ര നാളായി ഇഞ്ചി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇഞ്ചി ഏകദേശം ഒരു 3 വർഷമായിട്ട് ഞാനിപ്പോ ഇങ്ങനെ തന്നെയാണ് ഇഞ്ചി കൃഷി ചെയ്യണത്. ഈ ഗ്രോ ബാഗിൽ ഇഞ്ചി നടന്നുകൊണ്ടുള്ള മേന്മ എന്താ? ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ട് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്നാന്ന് വെച്ചാല് കിള പറിക്കണ്ട, പിന്നെ മണ്ണ് വെട്ടിയിടണ്ട, വളം കൊടുക്കാൻ എളുപ്പം, വളം ഒഴുകി നഷ്ടപ്പെട്ടു പോവില്ല. കിള പറിക്കണ്ടാത്തത് കൊണ്ട് നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഇച്ചിരി മണ്ണ് കുറവാന്ന് തോന്നി ഇച്ചിരി മണ്ണ് ഇട്ട് കൊടുത്തേച്ചാൽ മതി. പക്ഷെ ഒരു ഗ്രോ ബാഗ് നട്ട് കഴിയുമ്പോഴത്തേനും ഒരു 5 കിലോയോളം അതിനകത്ത് വിളവെടുക്കാൻ പറ്റുന്നുണ്ട്. 5 കിലോയിൽ ഇഞ്ചി ഇതിനകത്ത് ഉണ്ടാവും. നടിയിൽ സാധാരണ ഒരു മണ്ണും മണലും ചാണകപ്പൊടിയാണ് മെയിനായിട്ട് ഇതിനകത്ത് തന്നെ. അത് ഇട്ട് ഒരു അര ഭാഗം വരെ നിറയ്ക്കും. നിറച്ചതിന് ശേഷം അതിന്റെ മുകളില് ചപ്പും ചവറും ഒക്കെ ഇടും. അതിന്റെ മുകളിലോട്ട് ഇഞ്ചി വിത്ത് വെക്കും. ഒരു 3 പീസ് ചെറിയ വിത്ത് വെച്ചാൽ മതി. 3 പീസ് ഇഞ്ചി വിത്ത് 3 ഭാഗത്തായിട്ട് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് മണ്ണിട്ടേക്കും. മണ്ണിട്ട് കഴിഞ്ഞ് ഏകദേശം പിന്നെ ഒരു 3/4 ഭാഗം മണ്ണിട്ട് നിർത്തും. അത് കഴിഞ്ഞ് ഇഞ്ചി വിത്ത് നല്ലതായിട്ട് മുളച്ച് ഇച്ചിരി നാമ്പുകൾ കുറെ വിത്തുകൾ വന്നു തുടങ്ങുമ്പോ, തൈകൾ വന്നു തുടങ്ങുമ്പോ അതിന്റെ മുകളിലോട്ട് ഇച്ചിരി ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നീരോ എല്ലാം ഒഴിച്ചിട്ട് നിറയെ മണ്ണിട്ട് അങ്ങ് നിർത്തിയായിരുന്നു. പിന്നെ ഒരു പണിയില്ല അതിന്. പിന്നെ അത് പറിക്കാറാവുമ്പോ നമ്മള് എടുത്താച്ചാൽ മതി. മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ പൊക്കി എടുത്താൽ മതി. എളുപ്പമാണ്, പറിക്കാനും എളുപ്പമുണ്ട്. ആ ഗ്രോ ബാഗ് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്ത വർഷം ഉപയോഗിക്കാത്. അത് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന അനുസരിച്ചിരിക്കും. എത്ര ഗ്രോ ബാഗ് ഉണ്ട്? ഇതിപ്പോ ഒരു 60-70 ഗ്രോ ബാഗ് ഇത് തന്നെയുണ്ട്. ഇതിപ്പോ നട്ടിട്ട് എത്ര നാളായി? ഇത് നട്ടിട്ട് ഇപ്പൊ 4 മാസമായി. പിന്നെ ഇടയ്ക്ക് വളപ്രയോഗം എന്തെങ്കിലും? വളപ്രയോഗം ചെയ്ത് ചാണകപ്പൊടി ചോദിച്ചു. ഞാൻ ഈ ജൈവ കർഷകയാണല്ലോ, അതുകൊണ്ട് രാസവളം ഒന്നും ഞാൻ ഉപയോഗിക്കില്ല. ഞാൻ അതുകൊണ്ട് ഇത് തന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. പിന്നെ ഇടയ്ക്ക് ട്രൈക്കോഡർമ, സ്യൂഡോമോണസ് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇപ്പൊ ഈ 2 ദിവസത്തെ മഴ കാരണം കണ്ട് ഒരിച്ചിരി പ്രായമായി തുടങ്ങി. ആ സൈഡിൽ ഇരിക്കണമൊക്കെ ഏകദേശം പറിക്കാറായി തുടങ്ങി. ഇതാണ് പുതിയ ഇഞ്ചി, പുതിയ സൈസ്. ഇതിനകത്ത് ചുവന്ന ഇഞ്ചി ഉണ്ട്, മഞ്ഞ ഇഞ്ചി ഉണ്ട്, മാരൻ ഇഞ്ചി ഉണ്ട്. പല വെറൈറ്റി എല്ലാ കൂട്ടവും ഇങ്ങനെ അന്യം നിന്ന് പോവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിത്തുകള്. ഒന്ന് ചുവന്ന ഇഞ്ചി ഓസ്ട്രേലിയന്ന് ഒരാൾ കൊണ്ടുതന്ന, ഓസ്ട്രേലിയക്കാര്. മഞ്ഞ ഇഞ്ചി ഞാന് തിരുവനന്തപുരത്ത് ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ആയുർവേദ സ്ത്രീ ഉണ്ട്, വളരെ ഫേമസാ. അതിന്റെ ഒരു ഫ്രണ്ട്, എന്റെ ഒരു ഫ്രണ്ടാ. അവൻ എനിക്ക് തന്ന തിരുവനന്തപുരത്ത് വന്നപ്പോ ഒരു ചെറിയ പീസ് തന്നാ, തനി മഞ്ഞ. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതാണ് അവര് ആയുർവേദ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. മഞ്ഞ ഇഞ്ചി ഉണ്ട്, മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്, സാധാ നാരൻ ഇഞ്ചിയുണ്ട്, കാട്ടിഞ്ചി ഉണ്ട്. എനിക്ക് കാട്ടിഞ്ചി ഉണ്ട്. ഈ കൂടെ ഉണ്ട്. കാട്ടിഞ്ചി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വിത്തായിരിക്കും. കാട്ടിഞ്ചിക്ക് ഭയങ്കരമായിട്ടുള്ള അതിന് കുത്തലും എരിവും കൂടുതലായിരിക്കും. ചെറിയ പീസാ, ചെറിയ കുഞ്ഞായിട്ടിരിക്കും. പക്ഷെ ഇത്രയും നീളമൊക്കെ കാണും. എനിക്ക് അതെല്ലാം കൂടെ ഇങ്ങനെയൊന്ന് നട്ടു വെച്ചേക്കും. പറിക്കുമ്പോ നമുക്ക് അറിയാം ഏതൊക്കെയാന്ന്. അപ്പൊ മാറി മാറി എടുത്താൽ മതിയല്ലോ. അറിയാം. കാട്ടിഞ്ചിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ണം കുറഞ്ഞ് നീണ്ട അങ്ങനെ ഒരു അത് അവിടെ മുകളിൽ അവിടെ നിൽപ്പുണ്ട്. വണ്ണം കുറഞ്ഞ് നീണ്ടു പോകണം, മെലിഞ്ഞ ഒരു തണ്ടായിരിക്കും. ചുവന്ന ഇഞ്ചി അതുപോലെ തന്നെ മെലിഞ്ഞു പൊക്കം കൂടി. നമ്മുടെ സാധാ ഇഞ്ചി മാത്രമേ ഇങ്ങനെ തടിയുള്ള സൈസ് വണ്ണമുള്ള കാമ്പു വന്നത് സാധാ ഇഞ്ചിക്ക് ഇങ്ങനെ വണ്ണമുള്ളത് വരും. മറ്റു ഇഞ്ചികൾക്കെല്ലാം വണ്ണം കുറഞ്ഞ ചെടികളായിട്ട് വരും. വണ്ണം കുറഞ്ഞ തണ്ടും അതെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് കാട്ടിഞ്ചി എനിക്ക് ഇടുക്കി ചെന്നപ്പോഴേ, ഇടുക്കിയിലൊരു വീട്ടിൽ ചെന്നപ്പോ അവിടെ ഇങ്ങനെ കാട്ടിഞ്ചി കൃഷി ചെയ്തേക്കണ ഒരു ആയുർവേദ വൈദ്യന്റെ അടുത്ത് പോയതാ. കൃഷി ചെയ്തേക്കണുണ്ടോ. അപ്പൊ അവിടുന്ന് ഞാനൊരു ചെറിയ വാങ്ങിച്ചോണ്ട് വെച്ചത്. പറിക്കാറായില്ലായിരുന്നു. എന്നിട്ടും ഇതിനോടുള്ള താല്പര്യം കാരണം വൈദ്യന് ഒരു കഷ്ണം എടുത്ത് തന്നു വിട്ടതാ. അതിനെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്.